ഉത്ഥാനം പ്രത്യാശയുടെ തിരുനാൾ. ലോകത്തിലെ ഏത് മതത്തിന്റെ സ്ഥാപകനുണ്ട് മരണശേഷം ഉയർത്തെഴുന്നേറ്റത്? ഏത് സ്ഥാപകനുണ്ട് ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് നൽകിയത്? ഏത് മതസ്ഥാപകനുണ്ട് സഹായകനെ അയക്കും എന്ന് പറഞ്ഞത്? നിത്യവും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയത് ഏത് സ്ഥാപകനാണ്? ഏത് സ്ഥാപകനുണ്ട് ഞാൻ വീണ്ടും വരും എന്ന് വാഗ്ദാനം നൽകിയത്? കർത്താവായ യേശു മിശിഹ അല്ലാതെ. അതാണ് ക്രൈസ്തവ മതത്തിൻ്റെയും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയും തനതാത്മകത. ഉത്ഥാനം പ്രത്യാശയുടെ കവാടമാണ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുകയില്ല. റോമ 5:5 പൗലോസിൻ്റെ ജീവിതഗ്രന്ഥിയായ ദൈവദർശനവും വിശ്വാസ വഴിത്താരയും ഏതൊരു ക്രൈസ്തവനും ജീവിതത്തിന് മാർഗദീപമാണ്. കർത്താവ് യേശു മിശിഹ ഉയർത്തില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം, ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം എന്ന വിശ്വാസത്തിൽ ഊന്നിയ പൗലോസിൻ്റെ ജീവിത സാക്ഷ്യം ഒരു സാധാരണ മനുഷ്യൻ്റെ വിശ്വാസ പ്രഖ്യാപനമായിരുന്നില്ല. മറിച്ച് സമൂഹത്തിൽ ഉന്നതനും പണ്ഡിതനും അധികാരിയും നിയമജ്ഞനും ധനികനുമായിരുന്ന പൗലോസ് ആയി മാറിയ സൗളിൻ്റെ ജീവിത കഥയാണിത്. വിശ്വാസത്തെ താത്വികമായി അപഗ്രഥിക്കുന്ന വിശുദ്ധ പൗലോസിൻ്റെ 13 ലേഖനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഏത് കാലഘട്ടത്തിലും കടന്നു വരുന്ന വിശ്വാസ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന ഈടുറ്റ കാഴ്ചപ്പാടുകൾ ഈ ലേഖനത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ഇതും വെറും ലേഖനങ്ങളല്ല, അവ സ്വന്തം ജീവിതാനുഭവത്തിൽ ചാലിച്ചെഴുതിയ ആത്മബോധത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കാതലിൽ രചിക്കപ്പെട്ട വിശ്വാസ പ്രമാണങ്ങളാണ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുകയില്ല എന്ന പൗലോസിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചേർത്ത് വായിക്കുമ്പോഴാണ് അവയുടെ ആഴവും പരപ്പും നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുക. നിരാശകൾ നമ്മെ വേട്ടയാടുമ്പോൾ അവിടുന്ന് വീണ്ടും വരുമെന്ന വാഗ്ദാനം നമ്മൾ പതിക്കുകയും വരുവാൻ ഒരാളുണ്ട് എന്ന പ്രത്യാശയിൽ കണ്ണുനട്ട് ജീവിക്കുവാൻ നമുക്ക് പ്രേരണയും ലഭിക്കുന്നു. ഉത്ഥാനം പ്രത്യാശയുടെ തിരുനാളാണ്. ഏത് ജീവിതാവസ്ഥയിൽ കഴിയുന്ന ക്രിസ്ത്യാനിക്കും പ്രത്യാശയുടെ പ്രകാശം മനസ്സിലും മനോമുഖരത്തിലും ജീവിതത്തിലും ബന്ധങ്ങളിലും ജോലിയിലും ജോലിസ്ഥലത്തും സമൂഹത്തിലും കൂട്ടായ്മയിലും കുടുംബത്തിലും വാക്കിലും പ്രവൃത്തിയിലും കരുത്തു പകരുന്ന നിറസാന്നിധ്യമാണ്. വീണ്ടും വരും എന്നും എന്നും കൂടെ വസിക്കും എന്നും ഉത്ഥിതൻ എന്നോട് കൂടെ ഉണ്ട് എന്ന വിശ്വാസവും അതൊന്നു മാത്രം മതി ഇന്നിൽ ജീവിക്കുവാൻ എനിക്ക്. അതൊന്നു മാത്രമാണ് ഇന്നിൽ ജീവിക്കുവാനുള്ള മർമ്മപ്രേരകമായ തന്തു. ഉദ്ധിതൻ നൽകുന്ന പ്രത്യാശയുടെ കവാടത്തിലൂടെ ജീവിതത്തെ കടത്തിവിട്ടുകൊണ്ട് ആനന്ദവും സന്തോഷവും നിറഞ്ഞ ജീവിതം നയിക്കുവാൻ, ഉത്ഥാന സാക്ഷികളായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും.